ഈശോയുടെ സ്നേഹക്കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് അമ്മ മാതാവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുന്നു. ഈ തിരുനാളിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. നാം ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയോടുകൂടെ, ഉപവാസത്തോടുകൂടെ, നോമ്പ് നോറ്റ്, ജപമാല സമർപ്പണത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ഒപ്പമാകുവാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. ഈ പിന്നിട്ട ദിനങ്ങളിലൊക്കെ നാം അർപ്പിച്ച പ്രാർത്ഥനകളും ജപമാല സമർപ്പണങ്ങളും നോമ്പ് നോറ്റലുമൊക്കെ നന്മയുടേതാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. അമ്മയുടെ പിറവി തിരുനാളിൽ നാം ഒക്കെ ആയിരിക്കുമ്പോൾ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ അമ്മയ്ക്കൊരു ജന്മദിന സമ്മാനം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അമ്മ ഇന്ന് ആഗ്രഹിക്കുന്ന സമ്മാനം നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ്. ഏറ്റവും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമായി അമ്മയുടെ പ്രിയപ്പെട്ട തിരുക്കുമാരന് പ്രിയപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ശുദ്ധിയുടെ ഒരു ഹൃദയം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ സ്വർഗീയമായ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമേ. അനുദിന ജീവിതത്തിലെ സമസ്യകളെയൊക്കെ മറികടന്ന് പോകുവാൻ, ഞങ്ങളുടെ കുറവുകളിലേക്ക് നിറവായി നീ എഴുന്നള്ളി വരണമെന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ. അമ്മ മാതാവിൻ്റെ ഈ പിറവി തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇന്ന് സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജനന തിരുനാൾ. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ഒക്കെ ദിനങ്ങളിലൂടെ കടന്നത് ഈ ദിനത്തിൻ്റെ മഹനീയതയ്ക്ക് വേണ്ടിയാണ്. ഹൃദയം നിറയെ നന്മയിൽ, ആനന്ദത്തിൽ നമുക്ക് തിരുനാൾ കൊണ്ടാടാം. ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ ജോവാക്കിമിൻ്റെയും അന്നായുടെയും മകളായി പരിശുദ്ധ കന്യകാ മറിയം ജനിച്ചു. രക്ഷകന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിൻ്റെ ജനനം ഉച്ചക്കാല നക്ഷത്രത്തിൻ്റെ ഉദയമാണ്. പ്രവാചകന്മാർ ഈ നക്ഷത്രത്തിൻ്റെ ഉദയം പ്രഘോഷിച്ചിട്ടുള്ളതുമാണ്. ക്രിസ്തുമസ് ആനന്ദത്തിൻ്റെ തിരുനാളാണെങ്കിൽ മേരിമസ് സന്തോഷത്തിൻ്റെയും കൃതജ്ഞതയുടെയും തിരുനാളായി കൊണ്ടാടേണ്ട ഒന്നാണ്. ഈശോ ദൈവപുത്രനാകയാൽ മേരി ദൈവമാതാവുമാണ്. ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്ന് കരയുന്ന ചോരക്കുഞ്ഞ് അത്യുന്നതൻ്റെ പുത്രനാണെന്ന് എങ്ങനെ തോന്നും? അതുപോലെ അന്നയുടെ ഈ കുഞ്ഞ് സുന്ദരിയാണെങ്കിലും മറ്റ് കുഞ്ഞുങ്ങളിൽ നിന്ന് ബാഹ്യദൃഷ്ടിയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് ഞാൻ കറുത്തവളാണെങ്കിലും അല്ലയോ ജെറുസലേം പുത്രിമാരെ സുന്ദരിയാണ് എന്ന ഉത്തമഗീതത്തിലെ വാക്യം മറിയത്തെ പറ്റിയാണെന്ന് കരുതപ്പെടുന്നു. ഒന്നുകൂടെ ഉറപ്പിച്ച മണവാളൻ പറയുന്നു, മുള്ളുകളുടെ ഇടയിൽ ലില്ലിയെ പോലെയാണ് മക്കളിൽ എൻ്റെ പ്രിയ. അങ്ങ് സുന്ദരിയാണ്, അങ്ങിൽ കുറവൊന്നുമില്ല, നന്മ നിറഞ്ഞവളാണ്, സർപ്പത്തിൻ്റെ തല തകർത്തവളാണ്. ഇവയെല്ലാം പരിഗണിച്ച് മേരി മഹത്വം എന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് മറിയത്തിൻ്റെ ഉത്ഭവ സമയത്ത് അവൾ സ്വർഗത്തിൽ എത്തിയിട്ടുള്ള ഏത് വിശുദ്ധരെക്കാളും പ്രസാദപരപൂർണയായിരുന്നു എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ഭവനം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ദൈവാലയം പണിയപ്പെടുകയും അത് പിന്നീട് ഒരു ബസലിക്കയായി മാറുകയും ചെയ്തു. ജെറുസലേമിലാണ് പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാൾ ആദ്യമായി ആഘോഷിച്ച് കാണുന്നത്. പൗരസ്ത്യരുടെ ഇടയിൽ ആഘോഷിച്ചു തുടങ്ങിയ ഈ തിരുനാൾ 7-ാം നൂറ്റാണ്ടിൽ റോമിലെ സഭയിലും തുടങ്ങി. പരിശുദ്ധ അമ്മ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിർമ്മലമായി ഉരുവാക്കപ്പെട്ട സമയം, അതായത് ഡിസംബർ 8 മുതൽ 9 മാസം കണക്കുകൂട്ടിയാണ് സെപ്റ്റംബർ 8-ന് മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത്. എല്ലാ സൃഷ്ടികളുടെയും ജനനത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈ അമ്മയിൽ നമ്മുടെയൊക്കെ തന്നെ വരുവാനിരിക്കുന്ന പുതിയ ജീവിതം ധ്യാനിക്കുക ഏറ്റവും ഉചിതമാണ് എന്ന് ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രൂ പറയുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് പുറമെ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും ജന്മം മാത്രമാണ് തിരുസഭയിൽ ആഘോഷിക്കപ്പെടുന്നത്. ഈ വിശുദ്ധർ രണ്ടുപേരും രക്ഷാകര ചരിത്രത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായതുകൊണ്ടാണ് അവരുടെ ജനനം ആഘോഷിക്കുന്നത്. മറിയത്തിൻ്റെ ജന്മവർഷം കാര്യമായി കണ്ടുപിടിക്കുക പ്രയാസകരമാണ്. എങ്കിലും അത് ഏകദേശം BC
1918 ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. അമലോത്ഭവയായ ദൈവമാതാവിൻ്റെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു, ഭൂവാസികൾ ആനന്ദിക്കുന്നു. ഒരു പിറന്നാൾ സമ്മാനം അമ്മയ്ക്ക് ഇന്ന് സ്നേഹത്തോടെ നമുക്ക് കാഴ്ചവെക്കാം. വിശുദ്ധ അംബ്രോസ് ഇപ്രകാരമാണ് പറയുക: ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ കൊണ്ടാടുമ്പോൾ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും സ്വർഗത്തിലേക്ക് യാത്രയാവാം. ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളുടെ വാളിച്ചകളെയൊക്കെ വിശുദ്ധിയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഏവർക്കും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ സ്നേഹാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നാളെ മുതലുള്ള ജീവിതത്തിൽ ഇന്നലെ വരെയും അർപ്പിച്ച പ്രാർത്ഥനകളുടെ നന്മകൾ അനുഭവിക്കുന്നവരായി നാമൊക്കെ മാറുവാനും, ഇന്നലെ വരെയും നാമൊക്കെ ഭക്തിയിൽ ദൈവാലയത്തിൽ പോയതുപോലെ തന്നെ നാളെയുടെ ദിനങ്ങളിലും ദൈവാലയ കർമ്മങ്ങളുടെ കൂടെയാകുവാനായിട്ട് ഏറെ തീഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാകുവാൻ നമുക്ക് നമ്മളെ തന്നെ രൂപപ്പെടുത്താം. നമ്മുടെ അനുദിന ജീവിതത്തിൽ അമ്മ മാതാവിൻ്റെ തുണയെന്നും ഉണ്ടാവട്ടെ. കാനായിലെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമായതുപോലെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ എന്നും ഉണ്ടാവട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.